നമസ്കാരം. സ്ത്രീ സുരക്ഷയ്ക്കും സാമൂഹിക നീതിക്കും വേണ്ടി നിരന്തരം ശബ്ദമുയർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്നതാണ് മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് MLA ഫൂൾ സിംഗ് ബരയ്യ നടത്തിയ അങ്ങേയറ്റം പ്രകോപനകരവും സ്ത്രീ വിരുദ്ധവുമായ പരാമർശങ്ങൾ. ഒരു ജനാധിപത്യ രാജ്യത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ പാലിക്കേണ്ട പ്രാഥമിക മര്യാദകൾ പോലും ലംഘിച്ചുകൊണ്ട് ബലാത്സംഗം പോലെയുള്ള ക്രൂരകൃത്യങ്ങളെ ന്യായീകരിക്കുകയും ഹൈന്ദവ വിശ്വാസങ്ങളെയും ദളിത് വിഭാഗങ്ങളെയും ഒരുപോലെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന മനോഭാവമാണ് അയാൾ വെച്ചു പുലർത്തിയത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ക്രിമിനൽ മനോഭാവവും സ്ത്രീകളോടുള്ള പുച്ഛവുമാണ് ഈ പ്രസ്താവനയിലൂടെ പുറത്തു വന്നത്. ബലാത്സംഗം സംഭവിക്കുന്നത് സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോൾ പുരുഷന്മാരുടെ മനസ്സ് വ്യതിചലിക്കുന്നത് കൊണ്ടാണെന്ന ബരയ്യയുടെ വാദം ഇരകളെ വീണ്ടും വേട്ടയാടുന്നതിന് തുല്യമാണ്. കുറ്റവാളികൾക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന ഇത്തരം പ്രസ്താവനകൾ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഉണ്ടാകുന്നത് ലജ്ജാകരമാണ്. അതിലുപരിയായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ സുന്ദരികളായ പെൺകുട്ടികളില്ല എന്ന അയാളുടെ വംശീയമായ അധിക്ഷേപം ആധുനിക സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ കാവൽക്കാരാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ സ്വന്തം MLA ഇത്തരത്തിൽ ഒരു ജനവിഭാഗത്തെ പരസ്യമായി അപമാനിച്ചിട്ടും മൗനം പാലിക്കുന്നത് അവരുടെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നത്. ഹൈന്ദവ ധർമ്മത്തെയും പുണ്യഗ്രന്ഥങ്ങളെയും അങ്ങേയറ്റം വികലമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ബരയ്യ തന്റെ വാദങ്ങൾ നിരത്തുന്നത്. തീർത്ഥാടനത്തിന് പോകുവാൻ കഴിയാത്തവർക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പുണ്യം ലഭിക്കുമെന്ന് മതഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്ന അയാളുടെ കണ്ടുപിടുത്തം പച്ചക്കള്ളവും വിശ്വാസികളെ അപമാനിക്കുന്നതുമാണ്. മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ പോലും ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ഇത്തരം പുണ്യം ലഭിക്കാനാണെന്ന അയാളുടെ ക്രൂരമായ വ്യാഖ്യാനം പോലും ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. ഇത്തരം വികലമായ ചിന്താഗതികൾ വച്ചു പുലർത്തുന്നവരെ മാറ്റി നിർത്തുന്നതിന് പകരം സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുന്ന രാഹുൽ ഗാന്ധിയും മറ്റ് കോൺഗ്രസ് നേതാക്കളും സ്വന്തം പാർട്ടിക്കുള്ളിലെ ഈ ദളിത് വിരുദ്ധ സ്ത്രീ വിരുദ്ധ നിലപാടുകൾക്കെതിരെ നടപടിയെടുക്കുവാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ്. BJP നേതൃത്വം ഈ വിഷയങ്ങളിൽ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി ഹിന്ദു വിശ്വാസങ്ങളെയും സ്ത്രീകളുടെ അന്തസ്സിനെയും തകർക്കുവാൻ ശ്രമിക്കുകയാണെന്ന് BJP ആരോപിക്കുന്നു. രാഹുൽ ഗാന്ധി മധ്യപ്രദേശിൽ സന്ദർശനം നടത്തുന്ന ഈ സമയത്ത് തന്നെ ഇത്തരമൊരു വിവാദം ഉണ്ടായത് കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഒന്നുകിൽ ഈ MLAയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും അല്ലെങ്കിൽ കോൺഗ്രസ് സ്ത്രീ വിരുദ്ധരുടെ പാർട്ടിയാണെന്ന് സമ്മതിക്കണമെന്നുമാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. മാധ്യമ സ്ഥാപനങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും എതിരായി നിൽക്കുന്ന ഇത്തരം നേതാക്കളെ വളർത്തുന്നതിലൂടെ കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയ ജീർണതയാണ് വെളിവാക്കുന്നത്. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും എന്നാൽ പ്രായോഗികമായ തലത്തിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ മനോഭാവമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ നിലപാട് ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സമൂഹത്തിന്റെ നട്ടെല്ലായ സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും ഒരേപോലെ അധിക്ഷേപിക്കുന്ന ഈ നടപടിയിൽ കോൺഗ്രസ് നേതൃത്വം ഉപാധികളില്ലാതെ മാപ്പ് പറയേണ്ടതാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.